Hi friends, welcome back to our channel Salt and Pepper. നിങ്ങൾ ചാനൽ പുതിയതാണെങ്കിൽ എൻ്റെ പേര് റാണി. അപ്പോൾ നമുക്ക് ഇത് വളരെ ഫാസ്റ്റ് ചെയ്യാവുന്ന ഒരു സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് ഇഡ്ഡലിക്കോ നിങ്ങളുടെ ചോറിനോ നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഇനിയിപ്പോൾ ദോശയ്ക്കോ ഒക്കെ വേണേലും ഉപയോഗിക്കാം. ഞാൻ വളരെ ഫാസ്റ്റിൽ കുക്ക് ചെയ്യുന്ന ആളാണ്. എനിക്ക് വളരെ പെട്ടെന്ന് പണി തീർത്ത് മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെപ്പോലെ ഫാസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഒരു തരികിട സാമ്പാറായിരിക്കും ഇതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നല്ലതായിട്ട് തന്നെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ വലിയ പെർഫെക്ഷൻ ഒന്നും ഞാൻ എൻ്റെ കുക്കിങ്ങിന് നോക്കാറില്ല. സാമ്പാറിന് ഇത്ര മുരിങ്ങയ്ക്കായ്ക്ക് ഇത്ര ഇഞ്ച് അല്ലെ വെണ്ടയ്ക്കായ്ക്ക് ഇത്ര ഇഞ്ച് അങ്ങനെയൊന്നും ഞാൻ നോക്കാറില്ല. എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാ വെജിറ്റബിൾസും തന്നെ ഞാൻ സാമ്പാറിലിടും. ചില ഐറ്റംസ് ഒന്നും സാമ്പാറിൽ ഇടത്തില്ല. പക്ഷെ എൻ്റെ കയ്യിൽ കിട്ടുന്ന എല്ലാത്തിനും പെറുക്കാനിടും. എന്നെ തിരിച്ചടിക്കാത്ത എല്ലാവരും പിടിച്ച് ഞാൻ അത് തട്ടും, ഇറച്ചി ഒഴിച്ച് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഇത്ര ഫാസ്റ്റില് എങ്ങനെയാണ് സാമ്പാർ ഉണ്ടാക്കുന്നത് നമുക്കത് കണ്ടു നോക്കാം. അപ്പൊ നിങ്ങൾ കൂടല്ലേ. അപ്പോൾ നമ്മുടെ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ആദ്യം ഉപയോഗിക്കാൻ പോകുന്നത് കിഴങ്ങ്. എനിക്ക് കിഴങ്ങ് ഭയങ്കര ഇഷ്ടമാണ്. എത്ര കിഴങ്ങ് ഇട്ടാലും എനിക്ക് മതിയാവില്ല. ഞാനിവിടെ 3 കിഴങ്ങാണ് ഇടുന്നത്. അതിനുശേഷം ഞാനൊരു വലിയ സബോള, കണ്ടോ, വെള്ള സബോളയാണ് ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. പിന്നെ 2 വലിയ തക്കാളിക്ക ഇതുപോലെ അരിഞ്ഞു ചേർക്കുക. പിന്നെ നമ്മൾ ചേർക്കുന്നത് ക്യാരറ്റ് ഇല്ലാത്ത പരിപാടിയില്ലല്ലോ. കുറച്ചുകൂടി ക്യാരറ്റ് ഇട്ടേക്കാം. എന്ത് കൈ കിട്ടിയാലും ഇപ്പം ഇടുന്ന അവസ്ഥയിലാണ്. 3 പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾ ചേർക്കുക. അതിനെ നമ്മളൊന്ന് പൊളന്നത് ഇതുപോലെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി ഇരിക്കുന്നത് ഫ്രോസൺ പയറായത് കേട്ടോ. നിങ്ങൾക്ക് ഫ്രഷ് ഉപയോഗിക്കാം. എൻ്റെ ഇപ്പോൾ ഫ്രോസണേ ഇരിപ്പുള്ളൂ, അതുകൊണ്ടാണ് കേട്ടോ. അതുപോലെ തന്നെ ഫ്രോസൺ വെണ്ടയ്ക്ക, പാവം വെണ്ടയ്ക്കയുടെ ഷേപ്പ് നോക്കി അതിനെ എടുത്ത് തട്ടി ആവശ്യത്തിന് മാത്രം ഞാൻ ചേർക്കുന്നു. ഇച്ചിരി കൂടുതലാണെങ്കിൽ ഇതൊരുമാതിരി വഴുവഴാന്നിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് മാത്രം നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. പിന്നെ ഉള്ളത് സാമ്പാർ പരിപ്പ്. നിങ്ങൾക്കറിയാലോ, ഈ ചുമലപ്പരിപ്പ്. അതിനെ പിന്നെ വെള്ളത്തിലിടേണ്ട കാര്യമൊന്നുമില്ല, പെട്ടെന്ന് തന്നെ അത് വെന്തോളും. ഇനി നമ്മുടെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഞാൻ 1 ടേബിൾ സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഓക്കെ. ഇനി നമുക്കിതിലേക്ക്, ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ചേർക്കാൻ താല്പര്യമില്ലെങ്കിൽ കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ടുള്ള ഇതുപോലത്തെ സാമ്പാർ പൊടികൾ പാക്കറ്റ് കിട്ടും. ഇത് വേണേലും ഉപയോഗിക്കാവുന്നതാണ്. ഇതിലേക്ക് ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുന്നു. കായം, ആവശ്യത്തിന് കായം ചേർക്കാം. കായം ചേർത്തില്ലെങ്കിൽ നമ്മുടെ സാമ്പാറിന് എന്താ ടേസ്റ്റ്. ഞാൻ ആദ്യവും കുറച്ച് കായം ചേർക്കും, അവസാനം കുക്കായി കഴിഞ്ഞ് കുറച്ച് കായം ചേർക്കും. അപ്പം നല്ല ടേസ്റ്റ് നിൽക്കും. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് ഇതിനെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. കണ്ടോ, ഒരു നെകക്ക വെള്ളമാണ് ഞാനിപ്പം ഒഴിച്ചേക്കുന്നത്. എന്നിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അത് കുക്കറിലാണ് വേവിക്കുന്നത്. നിങ്ങൾക്ക് കുക്കറിലല്ലെങ്കിൽ വെറുതെ വെച്ച് വേവിച്ചാലും മതിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് കുക്കറിൽ വെച്ചൊന്ന് വേഗം വെയിറ്റ് ചെയ്യാം. ഇത് നോക്കിക്കേ, നമ്മുടെ കുക്കർ ഒക്കെ കൂവിയൊക്കെ കഴിഞ്ഞു. സംഭവമൊക്കെ നല്ല സുന്ദരമായിട്ട് വെന്തിട്ടുണ്ട്. എനിക്ക് ഇതെല്ലാം വെന്ത വെജിറ്റബിൾസാണ് കേട്ടോ. ഞാൻ ഒന്ന് കാണിക്കാം നിങ്ങളത്. ഇത് കണ്ടത് തുടർന്നതിന് മുന്നേ പൊടിഞ്ഞു പോകുന്നുണ്ടോ. പക്ഷേ എനിക്ക് ഇച്ചിരി വെജിറ്റബിൾസ് ഇതുപോലെ കാണുകയും വേണം. കുറച്ച് പേര് നന്നായിട്ട് ഉടയുകയും വേണം. അതാണ് എനിക്കിഷ്ടം. അങ്ങനെ ഉടയുന്നത് തന്നെയാണ് കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത്. ശരിയല്ലേ? ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഞാൻ പെട്ടെന്നുള്ള പരിപാടികളെ ഞാൻ ചെയ്യാറുള്ളൂ. എനിക്ക് എത്ര പെടുത്ത് പണി ചെയ്ത് മാറണം. സുരേഷിന് ഇങ്ങനെ അടുക്കള കിടന്ന് എപ്പോഴും ഇങ്ങനെ അടുക്കള ഇരിക്കുന്നൊന്നും ഇഷ്ടമില്ല. അപ്പോൾ പെട്ടെന്ന് പണി തീർത്ത് മാറുക എന്നുള്ളതാണ് എൻ്റെ ബിസിനസ്. നോക്കിക്കേ, നിങ്ങൾ ഈ വെജിറ്റബിൾ ആദ്യം വേണമെങ്കിൽ ഉപ്പും മഞ്ഞപ്പൊടിയും ചേർത്ത് ആദ്യം വേണം കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം നിങ്ങൾക്ക് നമ്മുടെ പൊടികളൊക്കെ ചേർത്ത് നമുക്ക് കൂട്ട് ശരിയാക്കി എടുക്കാം. പക്ഷെ ഞാനിത് ചില സമയത്ത് ഞാൻ ഇതുപോലെ ആദ്യമേ പൊടികളെല്ലാം ഇട്ട് തട്ടാറുണ്ട്. ഇച്ചിരി പൊടികൾ ചേർത്തതിന് ശേഷം അവസാനം ബാക്കി വേണമെങ്കിൽ ഇച്ചിരി ചേർക്കാറുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ അവസാനം നമ്മൾ മൂപ്പിച്ച് ചേർക്കത്തില്ലേ, നമ്മൾ മുളകൊക്കെ മൂപ്പിച്ച് ചേർക്കത്തില്ല എണ്ണയിൽ, ആ സമയത്ത് നിങ്ങൾക്ക് ഈ പൊടികളൊക്കെ ചേർത്ത് വഴറ്റിയെടുത്തിട്ട് ഇതിനകത്ത് ചേർക്കാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. 2 രീതിയിൽ നമുക്ക് ചെയ്യാം കേട്ടോ. പക്ഷെ സംഭവം പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ പരിപാടി. അപ്പൊ എന്തായാലും നമ്മുടെ വെജിറ്റബിൾ ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ അവസരത്തിൽ നമുക്ക് കടുകൊക്കെ പൊട്ടിക്കണ്ടേ, നല്ല നമുക്കൊരു ടേസ്റ്റ് വരത്തുള്ളൂ. അപ്പൊ ഇത് എക്സ്പെഷ്യലി നമ്മുടെ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയും പെട്ടെന്ന് കുക്ക് ചെയ്ത് ഓടിപ്പോകാൻ വേണ്ടി താല്പര്യപ്പെടുന്നവർക്ക് വേണ്ടിയുള്ള കുക്കിംഗ് ആട്ടോ. ഇത് പ്രോപ്പറായിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് ഇത് ഒരു പക്ഷേ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. ഇത് എൻ്റെ ഒരു കുക്കിംഗ് സ്റ്റൈലാണ്. പക്ഷെ ഇതിന് ടേസ്റ്റ് ഇല്ലാന്ന് എനിക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ടേസ്റ്റ് ഇല്ലാന്ന്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെ വെച്ചാലും ഇതെല്ലാം ഒരു വയറ്റിലോട്ട് പോകാനുള്ളതാണ്. ടേസ്റ്റ് നന്നായിട്ട് തന്നെ വരും കേട്ടോ. പിന്നെ ഒത്തിരി സൂപ്പറായിട്ട് ചെയ്യുമ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ ചീനിച്ചട്ടി പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇച്ചിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓൾറെഡി ഇതെന്തിനു വേണ്ടി വറുത്തായിരുന്നു, എന്നാലും സാരമില്ല, ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ എണ്ണ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അധികം എണ്ണ ഞാൻ ഉപയോഗിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. ഇതാ കടുകിനെ ഇട്ട് കൊടുത്തു. അവരെല്ലാവരും പൊട്ടിച്ചിരിക്കുന്ന സമയം കണ്ടല്ലോ. ഈ സമയത്ത് ഇച്ചിരി ഒന്ന് 1  ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പൂൺ 1 ടീസ്പ
അപ്പോൾ അവൻ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2-3 വറ്റൽമുളക് ഇട്ടു, ഇച്ചിരി സബോള ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുഞ്ഞു ഉള്ളിയാ നല്ലത് കേട്ടോ. അപ്പം എന്തായാലും ഇച്ചിരി കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി സംഭവവാസമൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ ചെറിയ ഉള്ളിയായിരുന്നെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നുകൂടെ കേട്ടോ. നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ മണമൊക്കെ. അപ്പം നമ്മുടെ സംഭവമൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് ഒരു പണിയും കൂടെ കാണിക്കാറുണ്ട്. നമ്മുടെ കായത്തിന് ഇച്ചിരി കൂടെ ഇതിനകത്തൊന്ന് ഇട്ട് കൊടുക്കും. കായം കേട്ടോ, ഒരു തരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനെയും കൂടെ ഒന്ന് ഇളക്കി ചേർക്കാം. എന്നിട്ട് ഇനിയിപ്പം നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം. അല്ലെ നിങ്ങൾക്ക് ഇതിനെ ഇങ്ങനെ തന്നെ ഇടാം, ഒക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. കണ്ടോ നമ്മുടെ സാമ്പാർ സുന്ദരമായിട്ടില്ലേ? നിങ്ങൾക്ക് കണ്ടിട്ട് നല്ല രസമുള്ളതായിട്ട് തോന്നില്ലേ? അടിപൊളി. ഇത്രയും ചേർത്ത് വന്നപ്പോഴേക്കാണ് ഇത് നമ്മുടെ പുളി, നിങ്ങൾക്കറിയാലോ നമ്മുടെ വാളംപുളിയാണിത്. അത് നമ്മൾ വെള്ളത്തിലിട്ട് നേരത്തെ ഒന്ന് അലിയിച്ച് വെക്കണം കേട്ടോ. ഞാൻ വാളംപുളി എപ്പോഴും ചേർക്കുന്നത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ, നമ്മുടെ കുക്കറിൽ നിന്ന് വെന്തെടുക്കത്തില്ലേ, വെന്ത് വരുന്ന അതിലേക്കാണ് ഞാൻ ഇത് ഒഴിച്ചു കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിതിനെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പുളി ഇല്ലെങ്കിൽ എന്താ രുചി. പുളി മസ്റ്റാ കേട്ടോ. ഈ പുളിയും കൂടി ചെല്ലുമ്പോൾ നമ്മുടെ സാമ്പാറാവുന്നത്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി കണ്ടോ. ഇതിനെ ഇനി നമുക്ക് നമ്മുടെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത്രേ ഉള്ളൂ പരിപാടി. സാമ്പാർ ഫിനിഷ് ആയിട്ടുണ്ട്. എങ്ങനെ ഉണ്ടാക്കാൻ നിങ്ങൾ പഠിച്ചില്ലേ? വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ചെയ്ത് വരുമ്പോൾ നിങ്ങളുടെ സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടോ നിങ്ങൾ ആദ്യം നോക്കാൻ വേണ്ടി ഉപ്പുണ്ടോ, ഉപ്പിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക. പുളി കുറവാണോ, ഇച്ചിരി പുളി തട്ടുക. കായത്തിന്റെ ടേസ്റ്റ് കുറവാണ്, ഇച്ചിരി കായം തട്ടുക. എന്തായാലും നമ്മളോട് ആരും ചോദിക്കാൻ പോകില്ല. നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഇച്ചിരി കായൊക്കെ വന്നു കഴിയുമ്പോഴേക്കും കായം പുളിയൊക്കെ വരുമ്പോൾ തന്നെ സാമ്പാറിന് ഒരു ടേസ്റ്റ് ആയിക്കോളും. ഞാനിത് ജസ്റ്റ് തുടക്കക്കാർക്ക് വേണ്ടി മാത്രം പറയുന്ന കേട്ടോ. ഈ വലിയ ആൾക്കാരൊന്നും, വലിയ കുക്കുകൾക്കൊന്നും ഇത് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല ഞാൻ ഈ പറയുന്ന രീതികൾ. പക്ഷേ ഇങ്ങനെ ചെയ്താലും നമുക്ക് സാമ്പാറിന് ടേസ്റ്റ് ഉണ്ടാവും. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് വീണ്ടും നല്ലൊരു കാര്യമായിട്ട് ഉടനെ കാണാം. അതുവരേക്കും ബൈ.